നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലും രാജ്യത്താകമാനവും ശ്രദ്ധ നേടിയ ഒരു സുപ്രധാന സുപ്രീംകോടതി വിധിയെക്കുറിച്ചാണ്. കേരള വഖഫ് ബോർഡിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി പുറപ്പെടുവിച്ച പുതിയ ഉത്തരവാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത്. പലരും സോഷ്യൽ മീഡിയയിലൂടെ ഈ വാർത്ത കാണുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കോടതി എന്താണ് പറഞ്ഞത് എന്ന കാര്യം എല്ലാവർക്കും വ്യക്തമായിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോയിൽ കേസിന്റെ തുടക്കം മുതൽ സുപ്രീംകോടതിയുടെ അന്തിമ തീരുമാനം വരെ വളരെ വിശദമായി മനസ്സിലാക്കാം. ആദ്യം വഖഫ് ബോർഡ് എന്താണെന്നറിയാം. വഖഫ് എന്നത് മുസ്ലിം സമൂഹത്തിലെ വ്യക്തികൾ മതപരമായോ ജീവകാരുണ്യപരമായോ വിദ്യാഭ്യാസപരമായോ പൊതുപ്രയോജനത്തിനായോ സ്ഥിരമായി സംരക്ഷിക്കുന്ന സ്വത്തുക്കളെയാണ് പറയുന്നത്. ഇത്തരം സ്വത്തുക്കളുടെ സംരക്ഷണവും നടത്തിപ്പും നിയമപ്രകാരം രൂപീകരിച്ച വഖഫ് ബോർഡുകളാണ് നിർവഹിക്കുന്നത്. കേരളത്തിലും സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നുണ്ട്. പള്ളികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ശ്മശാനങ്ങൾ, ജീവകാരുണ്യ സ്ഥാപനങ്ങൾ തുടങ്ങി നിരവധി വഖഫ് സ്വത്തുക്കളുടെ ഭരണപരമായ കാര്യങ്ങൾ ഈ ബോർഡിന്റെ ചുമതലയിലാണ്. ഇപ്പോൾ ഈ കേസ് എങ്ങനെ സുപ്രീംകോടതിയിലെത്തി എന്ന് നോക്കാം. വഖഫ് ബോർഡിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തിയിരുന്നു. കേസ് പരിശോധിച്ച ഹൈക്കോടതി ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുന്നതിനായി ചില നിർദ്ദേശങ്ങൾ നൽകി. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് സംസ്ഥാന സർക്കാരിലെ ഒരു ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വഖഫ് ബോർഡിന്റെ ഭരണപരമായ പ്രവർത്തനങ്ങൾ നടക്കണമെന്ന നിർദ്ദേശമായിരുന്നു. ഈ ഉത്തരവ് പുറത്തുവന്നതോടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു. ചിലർ ഇത് ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്ന് അഭിപ്രായം. മറ്റു ചിലർ വഖഫ് ബോർഡിന്റെ നിയമപരമായ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി. തുടർന്ന് ഈ വിഷയം സുപ്രീംകോടതിയുടെ പരിഗണനയിലെത്തി. സുപ്രീംകോടതി കേസ് വിശദമായി പരിശോധിച്ച ശേഷം കേരള ഹൈക്കോടതിയുടെ ആ പ്രത്യേക നിർദ്ദേശം റദ്ദാക്കുകയായിരുന്നു. സുപ്രീംകോടതി എന്താണ് പറഞ്ഞത്? നിയമപ്രകാരം രൂപീകരിച്ച സ്വതന്ത്ര സ്ഥാപനമായ വഖഫ് ബോർഡിന്റെ ഭരണത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്റെ നിർബന്ധിത മേൽനോട്ടം ഏർപ്പെടുത്തുന്നത് നിയമത്തിന്റെ ഉദ്ദേശ്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. ഓരോ നിയമസ്ഥാപനവും അതത് നിയമത്തിന്റെ പരിധിക്കുള്ളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ഈ വിധിയിലൂടെ സുപ്രീംകോടതി വ്യക്തമാക്കിയത് വഖഫ് ബോർഡിന്റെ സ്വതന്ത്ര ഭരണ സംവിധാനം നിലനിൽക്കണമെന്നാണ്. അതിനാൽ ഹൈക്കോടതി നിർദ്ദേശിച്ച സർക്കാർ മേൽനോട്ട സംവിധാനം ഇനി പ്രാബല്യത്തിലില്ല. ഇപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്. ഈ വിധി സാധാരണ ജനങ്ങളെ ബാധിക്കുമോ? ഇതിന് ഉത്തരം മനസ്സിലാക്കേണ്ടതാണ്. ഈ വിധിയിലൂടെ ആരുടെയെങ്കിലും സ്വകാര്യ ഭൂമി വഖഫ് ബോർഡിന് കൈമാറുന്നില്ല. ആരുടെയെങ്കിലും വീടോ സ്ഥലമോ സർക്കാർ ഏറ്റെടുക്കുന്നില്ല. പുതിയ നികുതിയോ പുതിയ നിയമമോ നിലവിൽ വന്നിട്ടില്ല. റേഷൻ കാർഡിനെയോ പെൻഷനെയോ സർക്കാർ ആനുകൂല്യങ്ങളെയോ ഈ വിധി നേരിട്ട് ബാധിക്കുന്നില്ല. ഈ കേസ് പ്രധാനമായും വഖഫ് ബോർഡിന്റെ ഭരണപരമായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഒരു വലിയ നിയമതത്വം ഈ വിധിയിലൂടെ സുപ്രീംകോടതി വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നിയമപ്രകാരം രൂപീകരിച്ച സ്വതന്ത്ര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കോടതികൾ ഇടപെടുമ്പോൾ പോലും നിയമത്തിന്റെ പരിധി കർശനമായി പാലിക്കണം എന്നതാണ്. സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിരവധി തെറ്റായ പ്രചാരണങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഈ വിധി വന്നതോടെ എല്ലാ ഭൂമികളും വഖഫ് ബോർഡിന് സ്വന്തമായി. സർക്കാർ എല്ലാ ഭൂമിയും പിടിച്ചെടുക്കും. വീടുകൾ നഷ്ടമാകും. ഇത്തരം സന്ദേശങ്ങൾക്ക് ഈ സുപ്രീംകോടതി വിധിയുമായി ബന്ധമില്ല. കോടതി അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനാൽ സോഷ്യൽ മീഡിയയിലെ സന്ദേശങ്ങൾ മാത്രം വിശ്വസിക്കാതെ ഔദ്യോഗിക കോടതി രേഖകളും വിശ്വസനീയമായ വാർത്താ റിപ്പോർട്ടുകളും പരിശോധിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. ഈ കേസിൽ സുപ്രീംകോടതി നൽകിയ സന്ദേശം വളരെ വ്യക്തമാണ്. നിയമപ്രകാരം രൂപീകരിച്ച സ്ഥാപനങ്ങളുടെ അധികാരവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടണം. ഭരണപരമായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിന് നിയമപരമായ അടിസ്ഥാനമുണ്ടാകണം. കോടതി നിയമം വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. പുതിയ നിയമം ഉണ്ടാക്കുന്നത് നിയമസഭയുടെ ചുമതലയാണ്. ഇത്തരത്തിലുള്ള വിധികൾ ഭാവിയിൽ സമാന വിഷയങ്ങളിൽ മറ്റ് കോടതികൾ പരിഗണിക്കുമ്പോഴും ഒരു പ്രധാന നിയമപരമായ മാർഗനിർദ്ദേശമായി ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നിയമവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേൾക്കുമ്പോൾ തലക്കെട്ട് മാത്രം കണ്ടല്ല തീരുമാനമെടുക്കേണ്ടത്.
കോടതി യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞിട്ടില്ലാത്തത്? ആരെല്ലാം ബാധിക്കപ്പെടുന്നു? ആർക്കാണ് ബാധകമല്ലാത്തത്? ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ തെറ്റായ വിവരങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഇനിയും സുപ്രീംകോടതിയിലോ കേരള ഹൈക്കോടതിയിലോ സാധാരണ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പുതിയ വിധികൾ വന്നാൽ അതിന്റെ യഥാർത്ഥ വിവരങ്ങൾ വിശദമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള സർക്കാർ അറിയിപ്പുകൾ, കോടതി വിധികൾ, ബാങ്കിംഗ് വാർത്തകൾ, ധനകാര്യ വിവരങ്ങൾ, ഭൂമി സംബന്ധിച്ച നിയമങ്ങൾ, റേഷൻ കാർഡ്, പെൻഷൻ, ക്ഷേമ പദ്ധതികൾ എന്നിവയുടെ വിശ്വസനീയമായ അപ്ഡേറ്റുകൾ സ്ഥിരമായി ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റിലൂടെ അറിയിക്കുക. കണ്ടതിന് എല്ലാവർക്കും നന്ദി.